ഹായ്, ഞാനിപ്പോൾ കിർഗിസ്ഥാനിലാണുള്ളത്. സോ ഇവിടെ വന്നപ്പോൾ ഐ കെയിം ടു നോ അബൌട്ട് ദാറ്റ് ഇവിടുത്തെ കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഏനപ്പോയ മെഡിക്കൽ കോളേജുമായി ഒരു കൊളാബറേഷൻ നടക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ MBBS പഠിക്കാൻ വന്നിട്ടുണ്ട്. അൺലൈക്ക് അതർ കൺട്രീസ്, ഇപ്പോൾ ഒരുപാട് നമ്മളെ ഇടയിലൊക്കെ കുട്ടികൾ MBBS പുറത്ത് കൺട്രീസിൽ പോയി പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നാട്ടിലത്തെ അതേ ഫാക്കൽറ്റിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സെയിം സിലബസ് ആണ്. സോ കുട്ടികൾക്കൊരു പ്രോപ്പർ ഹോംലി ഫീൽ ആണ്. ആൻഡ് കിർഗിസ്ഥാൻ ആസ് എ കൺട്രി വളരെ ഇൻട്രസ്റ്റിംഗ് കൺട്രിയാണ്. ലൈക്ക് എല്ലാ സീസൺസും ഉള്ള ആസ് എ ടൂറിസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. സോ മൊത്തത്തിൽ നമുക്കൊരു നല്ലൊരു വെരി പ്ലീസിങ് മൊമെന്റ്സ് ആണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. കാർത്തിക് എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത്? ലൈക്ക് ഹൗ ഡിഡ് യു കെയിം ടു നോ അബൌട്ട് ദിസ്? എബ്രോഡിൽ ഇപ്പം ഞാൻ നീറ്റ് ക്വാളിഫൈ ആയിട്ട് ഞാൻ നോക്കുകയായിരുന്നു കുറച്ച് യൂണിവേഴ്സിറ്റി. അപ്പോഴാണ് ഏനപ്പോയ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഏനപ്പോയ നാട്ടിൽ കുറേ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ പുറത്തുനിന്ന് ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്നുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ്, പിന്നെ നമ്മൾ ഇന്ത്യൻ സിലബസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് കൾച്ചർ ഒക്കെ എങ്ങനെയാണ്? എൻവയോൺമെന്റ് ഒക്കെ എല്ലാം നല്ലതാണ്. നല്ല ക്ലൈമറ്റ് വെതർ എല്ലാം. അപ്പോൾ നിങ്ങൾ MBBS എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ഏനപ്പോയ ഇന്റർനാഷണൽ ഇസ് എ ബെറ്റർ ചോയ്സ്. കാരണം നാട്ടിലെ കാട്ടിയും ഫീ കുറവാണ് ഇവിടെ. ബെറ്റർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആസ് എ കൺട്രി, ആൻഡ് ദിസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ്സ് ഓൾ ഫെസിലിറ്റീസ് യു നീഡ്.